ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ജങ്കുക്ക് പറയാൻ തുടങ്ങി, ഞാനൊരു കാര്യം പറയാൻ കേട്ടോ. അനു ഒരു കാര്യം പറഞ്ഞു കേട്ടോ. അത് മാത്രമല്ല, ഇവളെ എന്നെ മാരേജ് കഴിച്ചില്ല. ഇവളെ ഫുള്ള് ഞങ്ങൾ നോക്കിനി. എന്ത് ഫുള്ള് നോക്കിയാൽ അത് കപ്പാട്ടത്തിൽ ഡ്രസ്സ് എന്നെ കുറച്ച് ആർമി ഗേൾസ് ഞങ്ങൾ 3 പേരെ കണ്ടുപിടിച്ച് പായിച്ചുകൊണ്ട് വന്നത്. നമുക്ക് എവിടെ വൈകിട്ടില്ല. അങ്ങനെ ഒരു വീട് തുറന്നിട്ടുണ്ടായി. ആരില്ല ഞങ്ങൾക്ക് വന്നു. ആൾ റൂം പോയി ഫുള്ള് കണ്ട് നടന്ന കാര്യമല്ല പറയാൻ തുടങ്ങി. ജങ്കു വളഞ്ഞ് പറയാൻ തുടങ്ങി. ഞാൻ ഫുള്ള് നോക്കി. പിന്നീട് ഷേക്കായി. എനിക്ക് തളയിൽ ഇടി വീണെനിക്കായി. അയ്യോ സോറി സാർ, സമ്മതിക്കാം. ഒരു വേള സമ്മതിച്ചില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി സാർ. ശരിയൊക്കെ സമ്മതിച്ചില്ല. ഞാൻ നടന്ന കാര്യം ഞാൻ അവളോട് പോയിട്ട് പറയട്ടെ. അങ്ങനെയായിട്ട് മറട്ടാൻ തുടങ്ങി. ശരി ഓക്കെ സാർ. അവൾ പാവം. അങ്ങനെയായിട്ട് മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെയായിട്ട് പിറ്റേ സംബർ പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഇങ്ങനെ ഓരോ ഹാപ്പി സംസാരിക്കാണ്. അനു വന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ രാത്രിയായിരുന്നു. അങ്ങനെ പാല് കൊണ്ടുപോകാൻ പറയുമ്പോൾ അനു പറയാൻ തുടങ്ങി. മോളെ, എന്ത് പറ്റിയിട്ട് നീ എന്നടെ മോളെ വിളിക്കുക? സൂക്ഷിച്ചണം. ഞാൻ എന്നിടെ സൂക്ഷിക്കണം. മനസ്സുള്ളിലിരിക്കാനോ? അയ്യോ, ഇവളെ പിടിച്ച് തിന്ന പോലെ അവർ എന്ത് ചെയ്യുക? ഇവൾക്ക് മണ്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സൂക്ഷിക്കണമ്മാ. ആളും മനസ്സുള്ളിൽ പറയാം. എല്ലാം നോക്കിയിട്ടായി 3 പേർ. ഇവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല. ഇവളൊന്ന് കാട്ടോൻ കാര്യമില്ല. അങ്ങനെ മനസ്സുള്ളിൽ വിചാരിച്ചു. ശരി ഓക്കെ, നീ പോ. ഞാനായിട്ട് റൂമൊക്കെ വന്നു, വാത പൊട്ടി. അങ്ങനെ എല്ലാവരും ജിൻ പറയാൻ തുടങ്ങി. അകത്ത് വന്നു. ശരി, അകത്ത് വന്നു. അപ്പോൾ ആറാം പറയാൻ തുടങ്ങി. ആറാം പറയാൻ തുടങ്ങി. എനിക്ക് ഈ പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി പ്രിയ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോവാം. അതിനോട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് എൻജോയ് ചെയ്തിട്ട് നമുക്ക് കൊറിയൊക്കെ പോവാം എന്ന് പറഞ്ഞു. 10 ദിവസം ഇവിടെ നിൽക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ പോവാം കൊറിയക്കെന്ന് ആറാം പറഞ്ഞു. ഇപ്പം കിടന്ന് ഉറങ്ങി. എല്ലാവർക്കും 10 പേരൊക്കെ കിടക്കാം ബെഡിൽ. അങ്ങനെയായിട്ട് ആറാം പറഞ്ഞു ഗുഡ് നൈറ്റ്, എല്ലാവരും കിടന്ന് ഉറങ്ങിക്കുമെന്ന്. അങ്ങനെ കിടന്നു തുടങ്ങി. ഞാനും കാത് കേൾപ്പിക്കാൻ തുടങ്ങി. എന്ത് സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ആൻറ്റി? എന്നമ്മാ ഇത് ബെഡ്റൂം സൗണ്ട് പ്രൂഫാ? എന്ത് സൗണ്ടാ? അതെന്ന് പറഞ്ഞെന്താ? സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ഉണ്ടായിരുമാ, നീ എന്ത് സൗണ്ട് കേൾക്കുന്നത്? സൗണ്ട് ഇല്ല. എന്തോ കേൾക്കുന്നില്ല. എന്തും നടക്കുന്നുമില്ലേ? നാളെ കേട്ട് നോക്കാം. അങ്ങനെ അനു ഇവിടുന്ന് പോയി. പിന്നെ രാവിലെ എണിച്ച് പ്രിയ എന്ത് പറ്റിയാ മോളിക്ക്? അങ്ങനെ എണിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇത് ആരെ കൈ? ഇവൻ്റെ കൈയാ? പോടാതിരിക്കാം. അങ്ങനെ മുറച്ച് ടെൻഷനായി. ഇപ്പുറത്ത് നോക്കുമ്പോൾ ജാങ്കുക്കൻ്റെ കൈ, ഇപ്പുറത്തെ സൈഡ് ജിമ്മിൻ്റെ കൈ. അയ്യോ, ഇവർ രണ്ടുപേരും കിടാക്കളാണെങ്കിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇപ്പുറം മെല്ലെ എടുത്ത് ഇവിടുന്ന് പോയി കുളിച്ച് ഫ്രഷായി കിടന്ന് ഇറങ്ങി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അനു. അങ്ങനെ ബാക്കി ഫ്രണ്ട്സ് പറയാം, എന്തടി ഇങ്ങനെ ടെൻഷനാ? ഒന്നുമില്ല, ഇതാ വന്നു അനു വന്നു പറഞ്ഞു. അതാ വന്നു അനു പറഞ്ഞു വന്നു എന്ന്. അങ്ങനെ അനു പറഞ്ഞു വന്നു. എന്തടി സംഭവിച്ചു? പറയടി പറഞ്ഞു. എല്ലാം നടന്നു. എന്താ നടക്കാണോ? ഞാൻ കിടന്നു ഉറങ്ങിയത്. ടയർഡായി പോയി. എന്ത് ടയർഡായിക്കോ? എടി ടയർഡാക്കിയല്ലടി, ടയർഡായി പോയി ഉറങ്ങി. കല്യാണ ഫങ്ഷൻ അത് ഇതുണ്ടായിരുന്നല്ലേ അത്. ശരി ഓക്കെ. പിന്നെ പറയാൻ തുടങ്ങി. അനു പറയാൻ തുടങ്ങി. എടി പ്രിയ, ഒരു കാര്യം പറയുന്നുണ്ടോ? എന്തടി? അപ്പുറത്തെ വീട്ട് ആൻറ്റീൻ്റെ മോളില്ലേ? അപ്പുറത്തെ വീട്ട് ആൻറ്റീൻ്റെ മോൾക്ക് എന്ത് പറ്റി? എടി, അവൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കായിരുന്നു. മാത്രമേ അവൾ കല്യാണത്തിന് വന്നില്ലായിരുന്നു. പിന്നെ കല്യാണത്തിൽ അവൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എന്താ അവൾ ആൻറ്റീൻ്റെ മെൻഷനൊക്കെ പോയിരുന്നു. അങ്ങനെ ഇവിടെ മാരേജ് നടക്കുന്ന കാരണം അവൾ ഇലിക്കി നോക്കായിരുന്നു. അമ്മ വീട്ടിലായിരുന്നു. എന്ത്? അവൾ നോക്കാണോ കൂടി മതിൽ? അവിടെ നോക്ക് തിരിഞ്ഞ്. ഓ, അവളാ. ഹായ് ഡി, എന്താടി ഇവിടെ ഒന്ന് ഇരിക്കി നോക്കുക? അങ്ങനെ പെണ്ണക്ക് മുറയ്ക്കാൻ തുടങ്ങി. എന്താ ഇങ്ങനെ മധു ഇങ്ങനെ എന്തിനാ മധു മുറയ്ക്കണേ? അത് നിനക്കെന്താക്കണോ? അങ്ങനെ മധു പറയാൻ തുടങ്ങി. അവളവർ മധു പറയാ, നിൻ്റെ ഹസ്ബൻഡ് എവിടെ? എൻ്റെ ഹസ്ബൻഡ് കിടന്നുറങ്ങുക. എന്ത് കിടന്നുറങ്ങുക? പറയുന്നു കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് കാണാൻ നല്ല സുന്ദരനെ മാറാൻ പറയുന്നു കേട്ടോ. 7 ഹസ്ബൻഡാണല്ലോ. അതെ, 7 ഹസ്ബൻഡ്. കാണാൻ നല്ല സുന്ദരന്. അതെ. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഓ, അത് നിനക്ക് എന്തിനാ കാണുന്നു? അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. ആ പെണ്ണിനോട് കുറച്ച് സംസാരിക്കാനേ. അങ്ങനെയായിട്ട് ആ പെണ്ണ് കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു. ആരാ ഇവളെ ഹസ്ബൻഡ്? അങ്ങനെയായിട്ട് ആ പെണ്ണ് കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഇറങ്ങി വന്നു. ആ പെണ്ണൊക്കെ ഇങ്ങനെ മൊബൈലിൽ അത്ര ഇൻട്രസ്റ്റ്, മൊബൈലിൽ അങ്ങനെ ഒന്നും നോക്കില്ല. അവൾ അമ്മ വിടില്ല, ടി വി നോക്കാൻ അമ്മ വിടില്ല. പഠിക്കണോ ടോർച്ചർ. വീട്ടിൽ ടി വി ഒന്നുമില്ല. അങ്ങനെ മൊബൈൽ കുറിച്ച് PDS ഒന്നും അവൾക്ക് അറിയില്ല. അങ്ങനെ കൊണ്ട് ഒരു ചെക്കൻ ഇങ്ങനെ ഇറങ്ങി വന്നു. അവൾ വേന്ന് വായൊന്നും നോക്കുക. ഇവൾ ആരാ നോക്കുന്നത്? അതെ, ജിന്നായിരുന്നു വന്നത്. ജിന്നിനെ വെച്ച് കണ്ണെടുക്കാൻ സൈറ്റ് അടിക്കാൻ തുടങ്ങി. വാവ്, എന്ത് കാണാൻ നല്ല സുന്ദരനാ. ഇവനാരാ? ഒരുപോലെ അവൾ ഹസ്ബൻഡാണോ? നോക്ക.
നോക്കാം ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു അങ്ങനെ വരുന്നു. അങ്ങനെ ജിന്നു വന്ന് ഹക്ഷർ ബേബി എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് കേട്ട് പെണ്ണ് കോൺഫ്യൂസ് ബേബിയാ. അങ്ങനെയായിട്ട് ആ പെണ്ണ് മധു പറയാൻ തുടങ്ങി. അനു ഇതാരാ? ആ ഇതവളെ ഹസ്ബൻഡാ. അവിടെ വേന്ന് വായി നോക്കാൻ തുടങ്ങി. അയ്യോയ്യോ ഇവനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. അങ്ങനായിട്ട് അങ്ങനെ ജിന്നു അവിടെ നിന്ന് പറയാൻ തുടങ്ങി. ബേബി അത് ഒന്നുമില്ല ഇതാരാ. അങ്ങനെ ജിന്നിനോട് നടന്ന കാര്യം ജിന്നിനോട് പറയാൻ തുടങ്ങി. ഇവളാണോ ഞാൻ പറഞ്ഞ കുട്ടി എന്ന് പറഞ്ഞു. ഓ ഇവളാണോ. അങ്ങനെ ജിന്നോട് ഇങ്ങനെ പോയി അവിടെ നെറ്റിൽ കിസടിച്ച് ശരി ബേബി ഞാൻ പോകുന്നു ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ജിന്ന അവിടുന്ന് പോയി. ബേബി നെക്സ്റ്റ് ഒരു വയസ്സ് ഇതിനെ ആ പെണ്ണ് തിരിഞ്ഞു. പിന്നെ നെക്സ്റ്റ് വയസ്സല്ലോ അതൊരു ഷുഗർ. നീ എന്താ ഇവിടെ ചെന്ന് ഉറങ്ങായിരുന്നു ഞാൻ നീ കൊണ്ട് പോടെ പോയെന്ന് ഷുഗർ പറയുന്നത്. ഷുഗറിനോട് ആ പെണ്ണ് വായു വളക്കാൻ തുടങ്ങി. ഷുഗറിനായിട്ട് വാവ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. അയ്യോ ഛേ മിസ്സായോ തോന്നുന്നു. അങ്ങനെയായിട്ട് അങ്ങനെ വേറെ നോക്കാം അനു വായ്മിട് അതവിടെ ഹസ്ബൻഡാ. എന്ത് രണ്ടാമത്തെ ഹസ്ബൻഡാ? വാവ് കാണാൻ രണ്ടുപേരും ഭംഗിയായിട്ടുണ്ടല്ലോ. പണ്ട് വേറെ നോക്കാതെ അങ്ങനെ ഷുഗർ നോക്കാം പെണ്ണ് നോക്കാം. ഷുഗർ ഇവള് തന്നെ ആരോ നോക്കിയിട്ട് ഷുഗർ അവളെ ഒന്ന് നോക്കുമോ ഇതാണ് സംഭവം. ഓയ്സ് ഗേൾ ഷുഗർ അവളെ നോക്കി ഒരു മുറക്കിച്ച് അവള് ഷോക്കായി. അയ്യോ ഇവനെന്ന് എന്നെ കണ്ട് മുറയ്ക്കുന്നേ ഞാൻ പാടാൻ സുന്ദരനെ കാണാൻ ടെറർ ബൂസ് മാതിരിയുണ്ട്. അങ്ങനെ ഷുഗർ പറഞ്ഞു ശരി ഞാൻ പോകുന്നു. അങ്ങനെയിട്ട് ഷുഗർ പോയി. നെക്സ്റ്റ് ആറാം ഫോൾ അനുസരിച്ച് വരുന്നു. 6 മണി ഷോക്കായി. അനു എടീ വായ്മൂട് അതവളെ ഹസ്ബൻഡ് അറം പറയാൻ തുടങ്ങി. നമുക്ക് ഷോപ്പിംഗ് പോവാം അതുകൊണ്ട് റെഡി ആവും എന്ന് പറഞ്ഞിട്ട് പോയി. എന്ത് റെഡി ആവാനാ അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് നെക്സ്റ്റ് ഒരാൾ വന്നു. അങ്ങനെ ജെഹബ് അവളെ സംസാരിച്ചിരുന്നു. ശരി ഓക്കെ. അങ്ങനെയായിട്ട് എവിടെ ഉണ്ട്? അവളകത്ത് പോയി. ഓക്കെ ഇതാരാ? അതോ ഇങ്ങനെ കണ്ട കഥ പോയി. ഇവിടെ വാവ് ചെക്കൻ സുന്ദരനായിട്ട്. അങ്ങനെ ജിമ്മിൻ വന്നു. അങ്ങനെ ജിമ്മിൻ പാട്ട് പാടിയോണ്ട് വന്നു. ജിമ്മിനെ നോക്കിയിട്ട് വാവ് ചന്തമുണ്ടല്ലോ. അങ്ങനെ വായി വളർന്നു നോക്കി ജിമ്മിൻ ഹലോ എന്ന് ജിമ്മിൻ കണ്ടിക്കാതെ പോയി. ഇവണ് എന്ത് ഒരാളും കണ്ടിക്കുന്നില്ല. അങ്ങനെ വിയും ജങ്കുക്ക് വന്നു. ഹലോ പറഞ്ഞു. വിയും ജങ്കു കണ്ടിക്കാതെ